എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 55:22 വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളിന്നൊരു ഭാരത്തിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാരം പറയാൻ പറ്റുന്ന, അത് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളിന്ന് ഭൂമി വേറെ ഇല്ല. അത് യേശു മാത്രമാണ്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വാസ്തവമായി മനുഷ്യരിൽ നാം ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ആശ്വാസം ലഭിക്കുകയില്ല. പൂർണ്ണമായി ഒരു പരിധിവരെ ലഭിച്ചെങ്കിലും പൂർണ്ണമായി നമുക്കൊരാശ്രയം നൽകാൻ കഴിവുള്ളവൻ നമ്മെ നന്നായി അറിയുന്ന യേശുവാണ്. നമ്മെ നന്നായി പുലർത്താൻ കഴിവുള്ളത് യേശുവാണ്. അതുകൊണ്ട് ഇത് ധൈര്യത്തോടെ നമ്മുടെ വിഷയങ്ങളുമായി ഭാരങ്ങളുമായി യേശുവിൻ്റെ അടുത്ത് പോകാം. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അടുത്ത് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞെന്ന് വരാം. പക്ഷെ അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തീർന്ന അവസ്ഥകൾ ഒത്തിരി ഉണ്ടായി കാണും. എന്നാലും ധൈര്യത്തോടെ ഏത് സമയത്തും, രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, ഏത് സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി ചിലപ്പോൾ വിളിച്ചാൽ നിങ്ങളുടെ ഭാരം കേൾക്കാൻ കാണത്തില്ല. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ICUവിലായി അവിടെ കിടക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ ഭാരം ചുമക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും എവിടെയായിരുന്നാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ വിഷയം എന്തായിക്കോട്ടെ, എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, അതിന് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ധൈര്യത്തോടൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയം ഒന്ന് വെച്ച്, അതൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഭാരം ഒന്ന് ഇറക്കി വെച്ച്, ആ
ഒന്ന് ഫ്രീ ആയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കും. നമ്മുടെ ജീവിതത്തിലെ ഭാരവും മനസ്സിൻ്റെ സംശയങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലാകാൻ തടസ്സമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ ഇന്ന് യഹോവയുടെ മേൽ വെച്ചാൽ, യേശുവിൻ്റെ മേൽ വെച്ചാൽ, വാസ്തവമായി യേശു കർത്താവ് നിന്നെ പുലർത്തും. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണ്, യേശുവേ എന്ന് വിളിക്കുമ്പം നിങ്ങളെ സഹായിക്കാൻ യേശു ഇന്നും മരണത്തെ ജയിച്ച് ജീവനോടെയുണ്ട്. എന്നിട്ട് പറയാം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ സങ്കീർത്തനത്തിൽ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തന്നെ വഞ്ചിക്കുന്നവരുടെയും തൻ്റെ നാശം കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ അവരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് അവസ്ഥയത്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് നീ മറന്നിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. നീതികേട് ചുമത്തുകയാണ്, ശരിക്കും നീതികേട് ചെയ്തിട്ടല്ല. കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. എന്നിട്ട് പറയണം, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. എന്നിട്ട് പറയാം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ അതുപോലെ കഠിനമായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതേപോലെ വിഷയങ്ങൾ അതികഠിനമായി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഞ്ചരിച്ച് അങ്ങ് മരുഭൂമിയിൽ പോയി പാർക്കാൻ. ഇതൊന്നും കേൾക്കുമോ, ഇല്ലാത്തൊരു സ്ഥലത്തങ്ങ് മാറിയിരിക്കാം. ചില ആളുകൾ ഒത്തിരി ഭാരം വരുമ്പം പ്രിയപ്പെട്ടവരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും മാറിയിരിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ തന്നെ ഒരുപാട് ഭാരം കൂടുമ്പം പലരും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കും. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഭാരത്തോടായി ഇന്ന് കേൾക്കുന്നെങ്കിൽ മരിച്ചാൽ മതി, ഇനി എൻ്റെ ജീവിതത്തിൽ എല്ലാം വിഷയങ്ങളാണെന്നും പറഞ്ഞാണോ നിങ്ങൾ അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല. പകരം യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ആ ഭാരം യേശുവിൻ്റെ മേൽ വെക്കാനും ഒന്ന് ഫ്രീ ആകാനും ആഗ്രഹിച്ചാട്ട്. എന്താണ് നിങ്ങളുടെ വിഷയം? ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൻ്റെ വിഷയങ്ങളായിരിക്കാം. നിങ്ങളെ എന്താണോ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വളരെ ഭീകരമായ വിഷയത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ധൈര്യത്തോടെ പറയാം, രക്ഷയ്ക്ക് വേണ്ടി ഒരു വഴിയുണ്ട് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ. അത് ദൈവം ഒരുക്കി യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെയാണ്, ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. അത് വിശ്വസിക്കുമ്പോൾ ശാപം നീങ്ങിപ്പോകും, രോഗം മാറിപ്പോകും, വിഷയങ്ങൾക്ക് വിടുതൽ വരും. ഏത് വിഷയമാണ് ഇവിടെ അതാണ് വചനം സങ്കീർത്തനത്തിലൂടെ ഉറപ്പിക്കുന്നത്. നിങ്ങളുടെ ഭാരം ഇനി യഹോവയുടെ മേൽ വെച്ചുകൊള്ളണം, അവൻ നിങ്ങളെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയും ഇല്ല. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് വരിക. യേശു ക്രിസ്തു മുഖാന്തരം കൃപാസന മുൻപാകെ വരികയാണ്. കർത്താവെ, നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭാരമൊക്കെ ഇന്ന് കർത്താവിന് മേൽ ഞങ്ങൾ വെക്കുക. ഇന്ന് വചനം കേൾക്കുന്നവരുടെയും ജീവിതത്തിലെ കർത്താവ് അവരെ പുലർത്താൻ ശക്തനാകയാൽ സ്തോത്രം. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരം നീണ്ട് അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ആഗ്രഹിച്ച് ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ നന്നായറിയുന്നവൻ യേശു,
എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി.